മിക്ക പുരുഷന്മാരെ ഏറ്റവും വലിയൊരു സംശയം എന്താണെന്നറിയോ, എന്റെ സൈസ് മതിയാവോ, ലിംഗത്തിന്റെ വലിപ്പം കറക്റ്റ് ആണോ, അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും ഇത് തന്നെയാണ്. എന്നാൽ സത്യം ഇതാണ്, ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സൈസിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഫോർ പ്ലേ ആണ് റിയൽ ഗെയിം ചേഞ്ചർ. ഒരു സ്ത്രീക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ അത് നല്ല രീതിയിൽ വേണം. ഓക്കെ, ഇപ്പോൾ അവളെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതും ഉള്ളിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. അത് മസ്റ്റായിട്ടും വേണം. അതിന് പുറമെ സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ പുറത്തുള്ള ക്രിസരിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവളെ സ്വർഗം കാണിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടച്ച് ചെയ്യേണ്ട ഭാഗം. ക്രിസരി കഴിഞ്ഞിട്ടേ ഉള്ളൂ ലിംഗം. കിസിങ്ങും ടച്ചും അവരുടെ ശരീരത്ത് നിങ്ങളുടെ ലവ് എങ്ങനെയെല്ലാണോ കാണിക്കുന്നത്, അതാണ് അവരെ കൂടുതലായിട്ട് ലൈംഗിക ഉത്തേജനം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അവൾ എന്താണ് അല്ലെങ്കിൽ അവൻ എന്താണെന്ന് അറിയുകയാണ്, അവരുടെ ഇഷ്ടങ്ങൾ അറിയും. ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെന്റ് ആണ് അല്ലേ, ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ്, ഏത് രീതിയിൽ ചെയ്യുമ്പോൾ, ചിലപ്പോൾ ചിലർക്ക് ക്രിസരിയിൽ ചിലപ്പോൾ ഒരു വിരലിൽ വെച്ച ശേഷം ഒരു പോയിന്റിൽ മാത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിംഗം ഉപയോഗിച്ച് ഒരു പോയിന്റ് മാത്രം ചെയ്യും. ചിലർക്ക് അത് സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടെ, ചിലർക്ക് അത് സക്ക് ചെയ്യുമ്പോഴായിരിക്കും സുഖം കിട്ടും. എന്താണ് അവർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സുഖം കിട്ടുന്നത്, അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തുറന്ന് സംസാരിക്കാനും കഴിയണം രണ്ട് പങ്കാളികൾക്കും. നിങ്ങൾക്ക് എത്ര വലിയ സൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്രിസരി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. ക്രിസരി അവോയ്ഡ് ചെയ്തിട്ട് ലിംഗം കഴിക്കിട്ട് അവർ ആ ഊന്നൊക്കെ കാണിക്കുമായിരിക്കും. ജസ്റ്റ് ഒരു അഭിനയം മാത്രമായിരിക്കും, അവരൊരിക്കലും അത് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടല്ല കണ്ടത്. നിങ്ങൾ രണ്ട് സോളുകൾ തമ്മിലുള്ള ഭയങ്കര ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ വരുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഈ ചിലര് വേറെ പെണ്ണുങ്ങളെടുത്തോ അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ വേറെ ആണുങ്ങളെടുത്ത് പോവുക ഒരു ഫിസിക്കൽ ഒരു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ശരിക്കും നമ്മളൊരു ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നല്ല, ശരിക്കും ഡീപ്പ് ഇമോഷൻ കണക്ഷൻ, അതിനാണ് ഈ സോൾ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ അങ്ങനെ പറഞ്ഞ ഡീപ്പ് കണക്ഷനിൽ നിന്നുണ്ടാകുന്ന ഒരു സെക്ഷൽ അവർക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് റിയലായിട്ട് അനുഭവിച്ച ഒരാൾക്ക് വേറൊരാളിൽ പോകാനോ അല്ലെങ്കിൽ വേറൊരു പങ്കാളിനെ തിരയാനോ പറ്റത്തില്ല. അത് അവരിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നിങ്ങൾ ലൈംഗികത ആസ്വദിക്കുന്നത്. അവർക്ക് കിട്ടുന്ന രതിമൂർച്ച എന്ന് പറഞ്ഞാൽ വേറൊരാൾക്കും കിട്ടത്തില്ല. അവർക്ക് ഒന്നിച്ച് രതിമൂർച്ച കിട്ടും. അതുപോലെ തന്നെ ആ ഉണ്ടാകുന്ന രതിമൂർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള വേറൊരു തലത്തിലേക്ക് പോകുന്ന തരത്തിലുള്ളതായിരിക്കും. അതാണ് ഇമോഷണൽ കണക്ഷനുള്ള ആൾക്കാരുടെ ലൈംഗികത വളരെ മനോഹരമായിരിക്കും, അവരുടെ റിലേഷൻഷിപ്പും വളരെ മനോഹരമായിരിക്കും. അപ്പോൾ അവിടെ ഈ ലിംഗത്തിന്റെ വലിപ്പത്തിനോ ഇതിനോ ഒന്നും പ്രാധാന്യമില്ല. പിന്നെ സ്ത്രീകൾക്ക് ഇവന്റെ അടുത്ത് ഞാൻ സേഫാണ്, അവനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ലവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽ തന്നെ അവരൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ വളരെയധികം എൻജോയ് ചെയ്യും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പീഡിലല്ല കാര്യം, റിതം അനുസരിച്ച് ഓരോ റിതം അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. കാരണം അവരുടെ ബോഡിന്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് വേണം പിന്നീടുള്ള ഓരോ മൂവ്മെന്റ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഓവർ തിങ്കിങ്ങും ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നശിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആവും ചെയ്യുന്നത്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുന്നത് ബ്രെയിൻ ആണ് അല്ലെ. ആ ബ്രെയിന് ശരിയായ രീതിയിൽ ആ ഒരു സമയത്ത് ഞാൻ കൊള്ളൂല അല്ലെങ്കിൽ എന്നെ കൊള്ളത്തില്ല, എന്റെ ബോഡി അവർ ഇഷ്ടപ്പെടത്തില്ല എന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്നെങ്കിൽ എന്താവും, ഉദാഹരണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അണ്ടർസ്റ്റാൻഡിങ്, കണക്ഷന്, എഫേർട്ട്, ഇതിനാണ് പ്രാധാന്യം, സൈസിലല്ല. ഒരു സ്ത്രീന്റെ യൂണിന്റെ ആഴം എന്ന് പറയുന്നത് 7 തൊട്ട് 10 സെന്റിമീറ്റർ, അതായത് 2.5 തൊട്ട് ഒരു 4 ഇഞ്ചസ് വരെ. അത് കുറച്ചും കൂടി പിന്നെ അവർക്ക് ലൈംഗികപരമായിട്ട് ഒരു ഉണർവ് വരുമ്പോൾ ഒരു 4.5 വരെയൊക്കെ ആവുമായിരിക്കും. എന്നാൽ യോനിയിലെ മാക്സിമം നെർവ് എൻഡിങ്സ് ഉള്ളത് ആദ്യത്തെ 2.5 ഇഞ്ചസിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിന്റെ വലിപ്പം 2.5 ഇഞ്ചസ് അല്ലെങ്കിൽ 3 ഒക്കെ ആണെങ്കിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ അർത്ഥം. അതായത് സ്ത്രീകൾ അറിയുന്നത്, അവരുടെ സുഖം അറിയുന്നത് 2.5 ഇഞ്ചസ് വരെ ഉള്ളിടത്താണ് കൂടുതൽ അറിയുന്നത്. ഒരു പെണ്ണിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് പോരെ. ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ വൈഫിന് സുഖം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് ആദ്യം കളഞ്ഞു.
ഇപ്പൊ എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. പിന്നെ ഒരു മെഡിസിൻ ഒരു എക്സ്ട്രാ വലിപ്പം ഉണ്ടാക്കി തരാമെന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. ചുരുങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് സ്മോക്കിങ്, ഡ്രിങ്കിങ് ഇതൊക്കെ കൊണ്ട് ചുരുങ്ങി വന്നതോ അല്ലെങ്കിൽ തടി കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഒരു എക്സ്ട്രാ വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് സർജറി തന്നെ ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചുരുങ്ങിപ്പോയതോ അല്ലെങ്കിൽ തടി കുറഞ്ഞു പോയതോ പണ്ടത്തേലും ചുരുങ്ങിപ്പോയി എന്നൊക്കെ തോന്നുന്നവർക്കാണെങ്കിൽ നാച്ചുറൽമാനിയുടെ ലിഫ്റ്റ് അപ്പ് ഗോൾഡ് യൂസ് ചെയ്യാം കേട്ടോ. സ്വർണ്ണഭസ്മം, ക്ലോവ്, ശതാവരി, അശ്വഗന്ധ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ലിംഗത്തിന്റെ തിക്നെസ്സും നീളവും കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എക്സ്ട്രാ വളരെ നല്ല നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫുള്ളും ഹാർഡും സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യും. ടൈമിങ് കൂട്ടാനും ഇപ്പൊ നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ കുറച്ച് ടൈമിങ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ടൈമിങ് കിട്ടുന്നതായിട്ട് മനസ്സിലാവും. സ്റ്റാമിന കൂട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ലിംഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫോർസ്കിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഈ ഓയിൽ ഉപയോഗിച്ച് താഴോട്ട് ഇങ്ങനെ ലോക്കായി പോകില്ല, ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കില്ല, അവർ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ മതി 2 നേരം കേട്ടോ, രാവിലെ വൈകുന്നേരം. 100% നാച്ചുറലും സേഫുമാണ്. അതുപോലെ ആയുഷ് സർട്ടിഫൈഡ്, GMB, ISO എല്ലാം ഉണ്ട്. ക്ലിനിക്കലി പ്രൂവണുമാണ് കേട്ടോ. എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും അത് നിങ്ങൾക്ക് കിട്ടും.